അപ്പോൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് പഠിച്ച സംഭവമാണ് കോൺസ്റ്റൻറ്റ് റിലേഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ തന്നെ ഇവിടെ നമുക്ക് എന്താണ് ഇങ്ങനത്തെ ഒരു ആക്സലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബോക്സ് അസ്യൂം ചെയ്യാം. എന്നിട്ട് ഇവിടെ ടെൻഷൻ ഉണ്ട്. അപ്പോൾ ആ ടെൻഷൻ ഇൻറ്റു അതിൻ്റെ ആക്സലേഷൻ A3 ദാറ്റ് ഇസ് മൈനസ് പ്ലസ് 4 T അല്ല ഇത് 2T അല്ല, അപ്പോൾ 2T വരും. 2 ഇത് വെറും 4 പ്ലസ് 8 എന്ന രീതിയിൽ 0 ആണെങ്കിൽ A3 = 12/3 6 ആയിട്ട് ഡയറക്റ്റ് കിട്ടും. അങ്ങനെ ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ല ഇവിടെ നമുക്കൊരു ഡയറക്റ്റ് ഇക്വേഷൻ എന്താ അപ്ലൈ ഈ ഇക്വേഷൻ സാർ പറഞ്ഞൊരു ട്രിക്കായിട്ട് രീതിയിൽ എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും ഒരേ ആക്സലേഷൻ മുകളിലോട്ടേക്ക്, അങ്ങനെ ഇത് മുകളിലോട്ടേക്ക് പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ കംപ്ലീറ്റ് സിസ്റ്റം പുള്ളി അടക്കം മുകളിലോട്ടേക്ക് പോകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ അത് മുകളിലോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയാളുടെ ആക്സലേഷൻ പ്ലസ് ഇയാളുടെ ആക്സലേഷൻ ദാറ്റ് ഈസ് 12/2 ആണ് ഇയാളുടെ ആക്സലേഷൻ A3 എന്ന് പറയാൻ പറ്റും. അങ്ങനെ അത് താഴോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കംപ്ലീറ്റ് പുള്ളി സിസ്റ്റം താഴോട്ടേക്ക് പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് A1 + A2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു A3 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2-3 എക്സാമ്പിൾസ് ജസ്റ്റ് നോക്കി നോക്കളയാം. ഈ ആക്സലേഷൻ ഇത് എത്രയാണ് നടത്താൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതും ആഡ് ചെയ്തിട്ട് /2 ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടണം. ദാറ്റ് മീൻസ് ഇയാളും ആഡ് ചെയ്തതിന് 12 കിട്ടണം എന്നല്ലേ. ഇയാളും ആഡ് ചെയ്താൽ 12 കിട്ടണം. കാരണം ഈ പോയിന്റ് ആക്സലേഷൻ തന്നെയാണ് ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ടാവുക. കാരണം ഇവരൊക്കെ ഒരു കയറിൽ എപ്പോഴും ഒരേ ആക്സലേഷനാണ്. അതാണ് ടെൻഷൻ കൺസ്ട്രെയിൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയുള്ള ആക്സലറേഷൻ അത് തന്നെയാണ് ഇവിടെ പ്ലസ് ഇവിടെ ആ ആക്സലറേഷൻ ആഡ് ചെയ്ത് /2 ചെയ്താൽ 6 കിട്ടണം. ദാറ്റ് മീൻസ് രണ്ടും കൂടി ആഡ് ചെയ്ത് 12 കിട്ടണം. ദാറ്റ് മീൻസ് ഇയാൾ എത്രയാണ് 10 ആവണം. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നടത്താൻ പറ്റും. ഇതാണെങ്കിലോ ഇത് രണ്ട് ക്വസ്റ്റ്യൻസിനെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും മറ്റേ മെത്തേഡില്ലേ, നമ്മൾ ടെൻഷൻ കൺസ്ട്രെയിൻറ്റ് മെത്തേഡ് ഉപയോഗിക്കാം. ആക്സലേഷൻ ഇൻറ്റു ടെൻഷൻ പ്ലസ് അതേപോലെ കുറയാണ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആവും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, 5 + 5 7 12/2 6 ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അവിടെ 6 ആക്സലേഷൻ അത് തന്നെ ഇവിടെ ഉണ്ട് ഈ പോയിന്റിലും. ഈ പോയിന്റിൽ എത്ര ആക്സലേഷൻ ദാറ്റ് ഈസ് 2 + 6 8 8/2 4. ഇവിടെ 4. അപ്പോൾ ഇത് രണ്ടും കൂട്ടി 10 10/2 ആണ് 5. അതാണ് ഇവിടെ ഉണ്ടാവുക. മനസ്സിലായോ ടെക്നിക്കാവുള്ളൂ. വളരെ സിമ്പിളായിട്ട് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ്, ആക്സലേഷൻ ഓഫ് P = 5 ആണ്. ഓക്കെ ഫൈൻ, P എന്ന് പറയുന്ന പോയിന്റ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ആക്സലേഷൻ ഓഫ് A വിത്ത് റെസ്പെക്ട് ടു P എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Pനെ സംബന്ധിച്ചിട്ട് A എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആക്സലേഷൻ ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്സലേഷൻ ഓഫ് A ദാറ്റ് ഈസ് 4 - 5 ദാറ്റ് ഈസ് -1. സോ P എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിന്റിൽ പോയിട്ട് നിന്നിട്ട് എനെ നോക്കുന്ന സമയത്ത് അയാൾ -1ലേക്കാണ് പോകുന്നത്, താഴോട്ടേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവും. അതേപോലെ ആക്സലറേഷൻ ഓഫ് B വിത്ത് റെസ്പെക്ട് ടു P എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 6 - 5 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. അപ്പോൾ 1 അപ്പം ഇവിടെ പോയിട്ട് Pൻ്റെ പൊസിഷനിൽ പോയി നിന്ന് കഴിഞ്ഞാൽ B മുകളിലോട്ടേക്ക് 1 ആക്സലറേഷൻ പോകുന്ന പോലെയാണ് തോന്നുക. ഓക്കെ, ആ കാര്യം മാത്രം. അതിന് അടുത്തത് വെഡ്ജ് കൺസ്ട്രെയിൻ എന്ന കൺസെപ്റ്റാണ്. വെഡ്ജ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വെഡ്ജസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, അഥവാ ഇപ്പം വെഡ്ജ് നമ്മൾ മറ്റേ പുള്ളീൻ്റെ കൺസ്ട്രെയിൻസ് എല്ലാം പോലെ തന്നെ, പുള്ളിയല്ല ടെൻഷൻ കൺസ്ട്രെയിൻ ഒക്കെ പറയുന്ന പോലെ തന്നെ ഇവിടെയും വെഡ്ജ് കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ വിചാരിച്ചു നോക്ക്, ഇവിടെ ഇയാൾ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുക്കും, അല്ലെങ്കിൽ ആക്സലേഷൻ ഉണ്ട്, താഴോട്ടേക്ക് ആക്സലേഷൻ. കാരണം ഈ ബോഡി ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ ബോഡി ഇങ്ങനെ താഴോട്ടേക്ക് പോകുന്ന പോലെ തോന്നും അല്ല. ഈ ബോഡി റൈറ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഈ ബോഡി താഴോട്ടേക്ക് പോകുന്ന പോലെ കേട്ടോ. ഇവിടെ എത്തും കുറച്ച് കഴിഞ്ഞ് ഇവിടെത്തും, അങ്ങനെ താഴോട്ടേക്കല്ല പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെൻഷൻ കൺസ്ട്രെയിൻസ് എന്ത് വെച്ചിട്ട് പ്രൂവ് ചെയ്തത് ഫോഴ്സ് ഡൺ ബൈ ഇൻറ്റേർണൽ ഫോഴ്സസ്. ആരെയാണ് ഇൻറ്റേർണൽ ഫോഴ്സസ്? ടെൻഷൻ ദാറ്റ് ഈസ് = 0. ദാറ്റ് മീൻസ് ഇവിടെ ഉണ്ടാക്കുന്ന നോർമൽസ് ഉണ്ട്, നോർമൽ ഫോഴ്സ്. ആ നോർമൽ ഫോഴ്സ് ചെയ്യുന്ന എല്ലാ മാതിരി വർക്ക് ഡണ്ണും അത് 0 ആയിരിക്കും. നോർമൽ 1 x1 നോർമൽ 2 x2 അതിൻ്റെ വർക്ക് ഡൺ 0 ആയിരിക്കും. അപ്പോൾ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നോർമൽ ഇൻറ്റു വെലോസിറ്റി പ്ലസ് നോർമൽ ഇൻറ്റു x2 = 0. പിന്നെ വെലോസിറ്റി 2 = 0. ഇനി അതൊന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ദാറ്റ് ഈസ് n1 ഇൻറ്റു ആക്സലറേഷൻ 1 പ്ലസ് n2 ഇൻറ്റു ആക്സലറേഷൻ 2 ദാറ്റ് ഈസ് = 0 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ വെഡ്ജ് കൺസ്ട്രെയിൻറ്റ്. അപ്പോൾ ആകെ ഒരു മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെൻഷൻ കൺസ്ട്രെയിൻറ്റ് 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് നമുക്ക് വെർച്വൽ മെത്തേഡ് നടന്നാൽ T1 ഇൻറ്റു ആക്സലറേഷൻ അത് കുറേ ആഡ് ചെയ്ത് 0 ഉണ്ട്. അപ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, റോപ്പിൻ്റെ അലോങ് ആയിട്ടുള്ള ആക്സലറേഷൻ അത് ഇക്വേറ്റ് ചെയ്യാം. അതിന് ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇവിടെ നോർമൽ രണ്ടുപേർക്കുള്ള കോമൺ നോർമൽ അലോങ് ആയിട്ടുള്ള ആക്സലറേഷൻ ഇക്വേറ്റ് ചെയ്യാം എന്ന് പറയാം. അപ്പോൾ ഇയാളുടെ ആക്സലറേഷൻ താഴോട്ടേക്ക് ആക്സലറേഷൻ നോർമൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് തീറ്റ, ഇതിന് ID - θ. അപ്പോൾ ഇത് തീറ്റ, ദാറ്റ് മീൻസ് A2 cos θ. അതായത് ഇങ്ങോട്ടേക്ക് ഞാൻ റിസോൾവ്, ദാറ്റ് ഈസ് A2 cos θ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഇയാളുടെ ആക്സലറേഷൻ ഇങ്ങോട്ടേക്കാണ്. ഇത് തീറ്റ, ഇതിന് ID - θ. സോ ദിസ് ഇസ് തീറ്റ. ഇത് തീറ്റയാണെങ്കിൽ ഇത് തീറ്റ. സോ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ
A2 cos theta is equal to A1 sin theta എന്ന് പറയാൻ പറ്റും. ഓൾറൈറ്റ്, ഇനി നോർമൽ മെത്തേഡ് വെച്ചിട്ട് നോർമൽ ഇൻറ്റു ആക്സലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഇൻറ്റു ആക്സലേഷൻ അല്ലേ. അപ്പോൾ നോർമൽ എങ്ങനെ ഉണ്ടാവുന്നത്? ഇയാളുടെ നോർമൽ ഇങ്ങോട്ടേക്ക് ഉണ്ട് സ്വാഭാവികമായിട്ടും. നോർമൽ ഇത് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുക. ഓക്കെ, ആക്സലേഷൻ ഇങ്ങോട്ടേക്ക്. റൈറ്റ്, ഇതിങ്ങനെ ഉണ്ടാവുക നോർമൽ. ഞാൻ പറഞ്ഞുതരാം. ഏത് ഈ ബോഡിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ നേരെയുള്ള സാധനത്തിനെ സംബന്ധിച്ചിട്ട് നോർമൽ ഇങ്ങോട്ടേക്ക്, ആക്സലേഷൻ അയാളുടെ ഇങ്ങോട്ടേക്ക്. ഇയാളുടെ നോർമൽ ഇങ്ങോട്ടേക്ക്, ആക്സലേഷൻ ഇങ്ങോട്ടേക്ക്. ബോഡി ഇങ്ങനെ ഒരു സ്ലോപ്പിനാണ് നിൽക്കുന്നത്. ഇത് തീറ്റ ആണെങ്കിൽ നമുക്ക് വേണ്ടത് ഇത് എത്രയായിരുന്നു? ഇത് നോർമൽ, ഇതാണ് ആക്സലറേഷൻ. അപ്പോൾ ആക്സലറേഷൻ നോർമൽ തമ്മിലുള്ള ആംഗിൾ ഇതാണ്. ആ ആംഗിൾ എത്രയാണ്? ആംഗിൾ ഇട്ടണമെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ നോക്കാം. ഓക്കെ, ഇത് എത്രയാണ്? ഇത് തീറ്റ അല്ല, ഇത് തീറ്റ 90 മൈനസ് തീറ്റ. അപ്പോൾ തീറ്റ പ്ലസ് 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാവും? 90 90 അല്ലല്ലോ. ഓക്കെ, ആ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 180 മൈനസ് തീറ്റ വരുന്നത്. ശരിയാണ്. ഈ പർട്ടിക്കുലർ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും തമ്മിൽ എത്ര ആംഗിൾ? 180 മൈനസ് തീറ്റ അല്ലേ? കറക്റ്റ്. അപ്പോൾ അങ്ങനെ അത് എന്താ A2 കോസ് തീറ്റ. കാരണം A1 ഇൻറ്റു N1 ഡോട്ടാണ്, അതുകൊണ്ട് ഞാൻ കോസ് തീറ്റ ആംഗിൾ കിട്ടേണ്ടത്. അങ്ങനെ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആ വഴി ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഡയറക്റ്റ് കിട്ടും. അല്ല, വെജ് കോൺസ്റ്റന്റ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നോർമൽ അലോങ് ആയിട്ടുള്ള ആക്സലേഷൻ അത് ഇക്വേറ്റ് ചെയ്യുക. അത് ഏറ്റവും ബെസ്റ്റ്. ഇവിടെയാണെങ്കിലോ ഇതിങ്ങനെ നേരെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? നോർമൽ അലോങ് ആയിട്ടുള്ള ആക്സലേഷൻ അത് ഇക്വേറ്റ് ചെയ്യാം. നോർമൽ ഇത് ഇങ്ങോട്ടേക്ക് ഉണ്ട്, ഇതാണ് നോർമൽ ലൈന്. ഇവരുടെ ആക്സലേഷൻ ഇങ്ങോട്ടേക്കാണ്. അപ്പം ഇയാളുടെ ആക്സലേഷൻ ഇങ്ങോട്ടേക്ക്. ഞാൻ ആക്സലേഷൻ വെക്ടറിനെ എനിക്ക് എങ്ങനെ വേണേൽ മാറ്റി എഴുതാം. സോ ഇത് തീറ്റ ആണെങ്കിൽ ഇതും തീറ്റ, ഇത് തീറ്റ ആണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ. അപ്പം ഇങ്ങോട്ടേക്കുള്ളത് ഇയാളുടേത് A1 സൈൻ തീറ്റ എന്ന് പറയാൻ പറ്റും. റൈറ്റ്. ഇനി മോളിലോട്ടേക്കാണ് ഇയാളുടെ ആക്സലേഷൻ ഉള്ളത്. കാരണം നോക്കി ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് ഈ ബോഡി മോളിലോട്ടേക്ക് പോകും, ഇങ്ങോട്ടേക്ക് പോകും, പിന്നെ ഇങ്ങോട്ടേക്ക് പോകും, പിന്നെ ഇങ്ങോട്ടേക്ക് പോകും, അങ്ങനെ പോകും അല്ലേ. അപ്പം ഇയാളുടെ ആക്സലേഷൻ മോളിലോട്ടേക്ക്. ഇത് തീറ്റ, ഇത് തീറ്റ, ഇത് 90 മൈനസ് തീറ്റ, ഇത് തീറ്റ. സ്വാഡ് ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് സോ ഐ കുഡ് സേ ദാറ്റ് A1 സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇയാളുടെ തീറ്റയാണ്. സോ A2 കോസ് തീറ്റ. റൈറ്റ്. സോ A1 സൈൻ തീറ്റ ഇതേപോലെ A2 കോസ് തീറ്റ കറക്റ്റായിട്ട് വരുന്നുണ്ട്. അടുത്ത ദിവസത്തെ നോക്കാം. അടുത്ത ദിവസത്തെ ഇതാ ഇതുപോലെ എന്ത് ചെയ്യുക? അത് നീട്ടി വരയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ആക്സലേഷൻ എന്താ? നോർമൽ അലോങ് ആയിട്ടുള്ള ആക്സലേഷൻ. അപ്പം കംപ്ലീറ്റ് ഇവിടെ വെക്ടറാണ്. നോർമൽ അലോങ് ആക്സലേഷൻ ഇക്വേറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. കംപ്ലീറ്റ് വെക്ടറിൻ്റെ പരിപാടിയാണ്. അപ്പോൾ വെക്ടറിൻ്റെ പരിപാടി പോലെ ചെയ്താൽ മതി. ഇതാണെങ്കിലോ ഇത് കുറച്ചും കൂടി ഈസിയറായി. ഡയറക്റ്റ് നോർമലിൻ്റെ മുകളിൽ തന്നെ അയാൾ വെച്ചെന്ന്. അങ്ങനെയാകുന്ന സമയത്ത് ഇയാളുടെ ആക്സലേഷൻ എത്രയാണ്? താഴോട്ടേക്ക് A2. സോ A2 ഇസ് ഈക്വൽ ടു, ഇനി ഇയാൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് ആക്സലേഷൻ. സോ ഇയാളുടെ ആക്സലേഷൻ ഇത് ഏത് വെഡ്ജിൻ്റെ. അപ്പോൾ ഇത് എത്രയാണ്? ഇത് തീറ്റയാണെങ്കിൽ നോർമൽ ലൈൻ എടുക്കാം. ഇത് തീറ്റയാണെങ്കിൽ ഇത് 90 മൈനസ് തീറ്റ, ഇത് തീറ്റ. സോ ദാറ്റ് ഈസ് A1 സൈൻ തീറ്റ. A2 ഇസ് ഈക്വൽ ടു A1 സൈൻ തീറ്റ എന്ന് പറയാൻ പറ്റും. കറക്റ്റ് അല്ലേ? A1 ഇത് 90 മൈനസ് തീറ്റ. സോ A1 കോസ് 90 മൈനസ് തീറ്റ ദാറ്റ് ഈസ് A1 സൈൻ തീറ്റ. ഓൾ റൈറ്റ്. ഇതൊരു നല്ല ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് കണ്ടെത്താണ് ഫൈൻ ദി ആക്സലറേഷൻ ഓഫ് ദി ബ്ലോക്ക്. രണ്ട് ബ്ലോക്കിൻ്റെയും ഒരു കാര്യം മനസ്സിലാക്കുക, ഇവർ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇയാളുടെ താഴോട്ടേക്ക് ഒരു ആക്സലറേഷൻ. കാരണം ഇയാൾ അടുത്ത പ്രാവശ്യം ഇങ്ങോട്ടേക്കാവും, അടുത്ത പ്രാവശ്യം ഇങ്ങോട്ടേക്കാവും, അങ്ങോട്ടേക്ക് സ്ലിപ്പായി പോകുന്ന സമയത്ത്. റൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദി വെഡ്ജ് വരച്ച് നോക്കാം. എന്തൊക്കെയാണ് വെഡ്ജിൻ്റെ മുകളിലുള്ള ഫ്രീ ബോഡി ഡയഗ്രാം. തെറ്റിപ്പോയി. എന്തൊക്കെയാണ്? താഴോട്ടേക്ക് 20 കിലോഗ്രാം ആയതുകൊണ്ട് എത്രയാണ്? 200 ന്യൂട്ടൺ ഉണ്ട് അയാളുടെ വെയിറ്റ്. പിന്നെന്താണ്? വേറെന്താണ്? നോർമൽ ഫ്രം ദി ഗ്രൗണ്ട് ഉണ്ട്. അത് നോർമൽ ഫ്രം ദി ഗ്രൗണ്ട് ഉണ്ട്. നോർമൽ ഫ്രം ഗ്രൗണ്ട്. പിന്നെ ഇയാൾ ഉണ്ടാക്കുന്ന നോർമൽ ഫോഴ്സ് ഇത് ഇങ്ങനെ ഉണ്ടാവാൻ. അപ്പോൾ ഈ നോർമൽ ഫോഴ്സ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവാൻ. റൈറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ സാധനം ഉണ്ടാക്കുന്ന നോർമൽ ഫോഴ്സ് താഴോട്ടേക്ക്. ഓക്കെ, ഇതാണ് എന്താ നോർമൽ ഫ്രം റോഡ് എന്ന് പറയാം. റോഡാണ് എന്ത് സാധനം എന്നറിയില്ല. 10 കിലോഗ്രാം ആ സാധനത്തിൻ്റെ അയാൾ ഉണ്ടാക്കുന്ന നോർമൽ. കാരണം അയാളുടെ ഒരു കോൺടാക്റ്റിലുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം അറിയാം. എന്തായാലും ഇയാൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്നുള്ളൂ, മോളിലോട്ടേക്കും പോകുന്നില്ല. മോളിലോട്ടേക്ക് ഇക്വിലിബ്രിയത്തിലാണുള്ള കാര്യം അറിയാം. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ വരക്കാം. ഇത് തീറ്റയാണെങ്കിൽ തീറ്റ ഗിവൺ ആണോ? ആണ് 37. തീറ്റയാണെങ്കിൽ ഇത് എത്രയാണ്? 90 മൈനസ് തീറ്റ. അപ്പോൾ ഇത് എത്ര? ഇത് തീറ്റയാവും. സോ ഐ കുഡ് സേ ദാറ്റ് N കോസ് തീറ്റ പ്ലസ് 200 അടിയിലുള്ള ഫോഴ്സസ് ഇസ് ഈക്വൽ ടു നോർമൽ ഫ്രം ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റും. ആണല്ലോ അല്ലയോ? ആണ്. കറക്റ്റായിട്ട് പറയാൻ പറ്റും. ശരി. ഇനി എന്താണ്? N സൈൻ തീറ്റയാണ് ഇങ്ങോട്ടേക്കുള്ളത്. ഇത് ഈ ഡയറക്ഷനിലേക്ക് നോർമൽ ഫ്രം ദി റോഡിൻ്റെ N സൈൻ തീറ്റ.
സോ വേറെ ഒന്നുമില്ല, ലെഫ്റ്റോട്ടേക്ക് വേറെ ഫോഴ്സ് ഒന്നുമില്ല. കാരണം അതുകൊണ്ടാണ് അയാൾ റൈറ്റ് സൈഡിലോട്ടേക്ക് ആക്സലറേഷനിൽ പോകുന്നത്. സോ എൻ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു അയാളുടെ മാസ് 20 ഇൻറ്റു ആക്സലറേഷൻ 1 എന്ന് പറയാൻ പറ്റും. കറക്റ്റാണോ? കറക്റ്റ്. അത് കിട്ടി. ഇനി നമുക്ക് എന്താണ് ഈ പറഞ്ഞ റോഡിൻ്റെ മുകളിലുള്ള ഇത് നോക്കി നോക്കാം. റോഡിൻ്റെ മുകളിൽ എന്തൊക്കെയാണ് പരിപാടികളിൽ നോക്കി നോക്കാം. നമുക്ക് റോഡിൻ്റെ മുകളിലുള്ള പരിപാടികൾ നോക്കാം. റോഡ് ഇങ്ങനെയല്ല ഉണ്ടാവുക. റോഡിൻ്റെ മുകളിൽ റോഡ് ഈ പറഞ്ഞ വെഡ്ജിൻ്റെ മുകളിൽ ഒരു നോർമൽ കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ വെഡ്ജ് ഇയാളുടെ മുകളിൽ ഇങ്ങനെ ഒരു നോർമൽ കൊടുക്കും. റൈറ്റ്, ഇത് നോർമൽ ഫ്രം വെഡ്ജ്, രണ്ട് സെയിം ആട്ടോ. നോർമൽ ഫ്രം വെഡ്ജും അതേപോലെ നോർമൽ ഫ്രം റോഡും സെയിം ആട്ടോ. അപ്പോൾ ഞാൻ വെറും എന്നെ തന്നെ കൊടുക്കുന്ന ലാഭം അല്ലേ. പിന്നെന്താണ് ഇയാൾ എയറിലാണല്ലോ, റോഡ് എയറിലാണ്. അപ്പം താഴെ ഗ്രൗണ്ടിൽ നിന്ന് ഒരു നോർമൽ ഫോഴ്സ് ഒന്നുമില്ല. പിന്നെ താഴോട്ടേക്ക് ഇയാളുടെ എന്തുണ്ട്, MG ഉണ്ട്. ഫൈൻ, MG എത്രയാണ്? അത് എത്രയാണ്? ഇയാളുടെ വെയിറ്റ് എത്ര? 10 കിലോഗ്രാം. ദാറ്റ് മീൻസ് 100 ഉണ്ട്. വേറെ എന്താണ്? ഇനി ആംഗിളാണ്. ആംഗിൾ വെച്ചൊരു കളിയുണ്ട്. ഒന്ന് വെച്ചാൽ ഈ പറഞ്ഞ സംഭവം വെഡ്ജ് ഒന്ന് നേരെ വരക്കാൻ, എന്നൊരു ആംഗിൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് തോന്നും. വെഡ്ജ് ഇങ്ങനെ വരക്കാം. ഓക്കെ, ഈ വെഡ്ജിൻ്റെ ആംഗിൾസ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ നീട്ടി ഇറക്കാം. ഓക്കെ, ഇതും ഇങ്ങനെ നീട്ടി ഇറക്കാം. ഇത് തീറ്റ. ഓക്കെ, ഇത് തീറ്റ. ഇനി ഇതും സ്വാഭാവികമായിട്ടും തീറ്റ ആണല്ലോ. ഇത് തീറ്റ, ഓൾട്ടർനേറ്റീവ് ആംഗിൾസ് തീറ്റ. അപ്പം പിന്നെന്താ കിട്ടുക? അപ്പം ഇതെന്ന് പറഞ്ഞാൽ 90 മൈനസ് തീറ്റ ആയിരിക്കും. റൈറ്റ്, 90 മൈനസ് തീറ്റ. അപ്പം ഇത് ഞാൻ ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എന്താ പറയാൻ പറ്റുക, എൻ സൈൻ തീറ്റ. ലെഫ്റ്റിൽ എൻ സൈൻ തീറ്റ. അപ്പം ഞാൻ പറയും ഇങ്ങനെ വരച്ച് കാണിച്ചാൽ ഇങ്ങനെ ലെഫ്റ്റിൽ എൻ സൈൻ തീറ്റ ഉണ്ട്. ഓക്കെ, പിന്നെന്താ ഉള്ളത്? മുകളിൽ എന്തുണ്ട്? എൻ കോസ് തീറ്റ ഉണ്ട്. താഴോട്ടേക്ക് ആരുണ്ട്? നമ്മുടെ MG, ദാറ്റ് ഈസ് 100 ഉണ്ട്. റൈറ്റ് സൈഡിൽ വേറെ ഒരാളും കൂടി ഉണ്ട്. അതെന്താണ്? വോൾ എന്നുള്ള നോർമൽ ഫോഴ്സസ്, നോർമൽ ഫ്രം വോൾ എന്നുള്ള സാധനമുണ്ട്. ഓക്കെ, ഇപ്പം നോർമൽ എൻ സൈൻ തീറ്റ അത് എന്തായാലും എൻ വോൾ ആവണം. അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിലോട്ടേക്കൊന്നും അങ്ങോട്ടൊന്നും പോകാത്ത, താഴോട്ടേക്ക് മാത്രം പോകും. എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് 100 മൈനസ് എൻ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അയാളുടെ മാസ് ഇൻറ്റു ആക്സലറേഷൻ, ദാറ്റ് ഈസ് A2 ആണോ? A2. ഓക്കെ, ഇനി നമുക്ക് ഇത്രയും ഇൻഫോർമേഷൻസ് ആയിട്ടുണ്ട്, ഇത്രയും ഇക്വേഷൻസ് ആയിട്ടുണ്ട്. ഇതൊരു ഇക്വേഷൻ, നേരത്തെ കിട്ടിയ ഇതൊരു ഇക്വേഷൻ. നോർമൽ ഫ്രം ദി ഗ്രൗണ്ട് നടത്താൻ പറ്റും. പിന്നെന്താണ്? നോർമൽ ബിറ്റ്വീൻ ദി സംഭവം. പക്ഷേ എത്ര അൺനോൺസ് ഉണ്ട്. ഒന്ന് ആംഗിൾ അറിയാം, നോർമൽ ഫ്രം ദി ഗ്രൗണ്ട്, പിന്നെ നോർമൽ ഫ്രം ദി വോൾ അറിയില്ല, ആക്സലേഷൻ അറിഞ്ഞുകൂടാ. പിന്നെ എന്താണ്? നോർമൽ ബിറ്റ്വീൻ ദി ഈ പറഞ്ഞ രണ്ട് ഐറ്റംസ് തമ്മിലുള്ള നോർമൽ അത് അറിഞ്ഞുകൂടാ. ഇവിടെ കുറേ വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇക്വേഷനും കൂടി ആവശ്യമുണ്ട്. ഒരു ഇക്വേഷൻ, അതാണ് നമ്മുടെ കൺസ്ട്രെയിൻഡ് ഇക്വേഷൻ, കൺസ്ട്രെയിൻഡ് റിലേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാൻ വന്നത്. കൺസ്ട്രെയിൻഡ് അല്ല, വെഡ്ജ് കൺസ്ട്രെയിൻഡ്. ദാറ്റ് ഈസ് ആക്സലറേഷൻ താഴോട്ടേക്ക്. അത് നമ്മൾ നോർമൽ, ഇവർക്ക് രണ്ടാക്കുള്ള കോമൺ നോർമൽ അലോങ് ആയിട്ടുള്ള ആക്സലറേഷൻ അത് ഇക്വേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് A2 കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര പറയാം? A1 സൈൻ തീറ്റ പറയാം. ഈ ഇക്വേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശരിയാവും. ഓക്കെ, അടുത്ത നമ്മൾ ഇനി ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് പോകാൻ പോവാണ്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളൊരു 10 കിലോഗ്രാം ബ്ലോക്ക് ഉണ്ട്. 10 കിലോഗ്രാം ബ്ലോക്കിലേക്ക് വളരെ ചെറിയൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, അല്ല ഒരു ഫോഴ്സും കൊടുക്കുന്നില്ല, 0 ന്യൂട്ടൺ. അപ്പോൾ ആക്സലേഷൻ സ്വാഭാവികമായിട്ടും ഒന്നുമില്ല. ഫ്രിക്ഷനും സ്വാഭാവികമായിട്ട് 0 ആണ്. നമ്മൾ കുറച്ച് 2 ന്യൂട്ടൺ കൊടുക്കുന്നത്, അപ്പോൾ ആക്സലേഷൻ ഒന്നുമില്ല. അപ്പോൾ ഫ്രിക്ഷൻ എന്താ? 2 ന്യൂട്ടൺ. അതുകൊണ്ടാണ് ആക്സലേഷൻ ഒന്നുമില്ലാത്തതിൻ്റെ കാരണം എന്താണ്? ഫ്രിക്ഷൻ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ കൂട്ടി വരുമ്പോൾ എന്താണ് ഫോഴ്സ് കൂട്ടി വരുമ്പോൾ ഫ്രിക്ഷനും സ്വാഭാവികമായിട്ടും കൂടി വരുന്നുണ്ട്. അങ്ങനെ കൂടി വരുന്ന ഒരു പെർട്ടിക്കുലർ പോയിന്റിന് ശേഷം 39.999 പോയിന്റിന് ശേഷം ഫ്രിക്ഷൻ എന്താ 40 എന്ന് പറഞ്ഞ ഫോഴ്സ് നമ്മൾ കൊടുത്തു. അപ്പോൾ ആക്സലേഷൻ 0. അപ്പം വീണ്ടും ഫ്രിക്ഷൻ എന്താ 48 മാറിയിട്ടുണ്ട്. പക്ഷേ ഞാൻ 40.00 എന്നുള്ള ഫോഴ്സിനേക്കാളും കുറച്ച് ഫോഴ്സ് കൂട്ടിയപ്പോൾ ആക്സലേഷൻ ഒന്ന് ഉണ്ടാകാൻ തുടങ്ങി. പെട്ടെന്ന് ആ ബോഡി ഒന്ന് ചെറുതായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഫ്രിക്ഷൻ്റെ വാല്യൂ നേരം മാറി. ഫ്രിക്ഷൻ്റെ വാല്യൂ വീണ്ടും കോൺസ്റ്റൻ്റ് ആയി മാറാൻ തുടങ്ങി. ഫ്രിക്ഷൻ്റെ വാല്യൂ കുറയാൻ തുടങ്ങി. ഓക്കെ, പെട്ടെന്ന് ഫ്രിക്ഷൻ്റെ വാല്യൂ ഒറ്റൊരു ഹൈക്കിലേക്ക് കുറഞ്ഞു. ഇനി ഞാൻ ഫോഴ്സ് എത്ര കൂട്ടിക്കഴിഞ്ഞാൽ, ഞാൻ പുറത്തുനിന്ന് കൊടുക്കുന്ന എത്രയോ ഫോഴ്സ് കൂട്ടി ഒരു 500, 300, 400 പോയി കഴിഞ്ഞാൽ ഫ്രിക്ഷൻ്റെ വാല്യൂ നേരത്തെ പറഞ്ഞ ആ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ തന്നെ നിൽക്കുക ചെയ്യുന്നത്. ഫ്രിക്ഷൻ്റെ വാല്യൂ പിന്നെ മാറുന്നേ ഇല്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ നമ്മൾ ചെറിയ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ ഇങ്ങനെ അഡ്ജസ്റ്റ് നമ്മൾ ഫോഴ്സിനെ ഇക്വലിബ്രിയം ആക്കാൻ വേണ്ടി കറക്റ്റ് വരുന്നുണ്ട്. പിന്നെ ഒരു പെർട്ടിക്കുലർ മാക്സിമം വാല്യൂത്തിന് ശേഷം നമ്മൾ അതിനുശേഷം കൂടുതൽ ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്ക് ഫ്രിക്ഷൻ്റെ വാല്യൂ പെട്ടെന്ന് ഡ്രോപ്പ് ആവും, ചെറിയ രീതിയിൽ ഡ്രോപ്പ് ആവും. പിന്നെ ഫ്രിക്ഷൻ അങ്ങനെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വെച്ചാൽ ഫ്രിക്ഷൻ എന്താണ്? ഒന്നാമത്തെ കാര്യം, ഫ്രിക്ഷൻ എന്താണ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ്റെ മോഷൻ ഓപ്പോസ് ആണോ ചെയ്യുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഫ്രിക്ഷൻ ആക്ച്വലി റിലേറ്റീവ് മോഷനാണ് ഓപ്പോസ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുക. സോ വാട്ട് ഇസ് റിലേറ്റീവ് മോഷൻ? റിലേറ്റീവ് മോഷൻ ഡൗട്ട് ഉണ്ടാവും. രണ്ട്
ഇപ്പം ഇതാണ് നമ്മൾ കോൺടാക്റ്റിലുള്ള ആരൊക്കെയാണ്. ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ സർഫസ്, അതേപോലെ 10 കിലോഗ്രാം ബ്ലോക്ക്, ഇവ രണ്ടാണ് കോൺടാക്റ്റിലുള്ളത്. റിലേറ്റീവ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിലോഗ്രാം ബ്ലോക്ക് റൈറ്റിലോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ സർഫസ് ലെഫ്റ്റിലോട്ടേക്ക് പോകണം എന്ന രീതിയിൽ. രണ്ടുപേരും അങ്ങനെ ലെഫ്റ്റിലോട്ട് പോകണമെന്നല്ല, രണ്ടുപേരും ഇങ്ങനെ എന്താണ് ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് പോകണം, ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചണം. അതാണ് റിലേറ്റീവ് മോഷൻ. ഓക്കെ, സോ ഫ്രിക്ഷന് റിലേറ്റീവ് മോഷനാണ് ഓപ്പോസ് ചെയ്യുന്നത്, അല്ലാണ്ട് മോഷൻ അല്ല ഓപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഫ്രിക്ഷന് മോഷന് കൊടുക്കുന്നുണ്ട് എന്നുള്ള എക്സാമ്പിൾ. ഫ്രിക്ഷൻ അപ്പം മോഷന് കൊടുക്കുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടാവും. ഇവിടെ നോക്കി നോക്കുക, ഒരു ബ്ലോക്ക് ഉണ്ട്. ആ ബ്ലോക്കിൻ്റെ നമ്മൾ വേറെ ചെറിയ ബ്ലോക്ക് ഇട്ട് വെച്ചോ. അപ്പോൾ ഞാൻ ഈ ബ്ലോക്കിൽ എഫ് ഫോഴ്സ് കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകും, മെല്ലെ മെല്ലെ കൊണ്ടു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ബ്ലോക്ക് എന്താവും, നേരെ ഇതിൻ്റെ പരം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ ബ്ലോക്കിൻ്റെ മുകളിൽ ആരാണ്, ഏത് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നോക്ക്. എന്തൊക്കെ ഫോഴ്സ് ഉണ്ട്, നമ്മൾ താഴത്തെ ബ്ലോക്കിനല്ലേ കൊടുത്തിട്ടുള്ളൂ? ഇല്ല, ഈ പറഞ്ഞ ബ്ലോക്കിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഫ്രിക്ഷൻ ഫോഴ്സ്? ഈ പറഞ്ഞ ബ്ലോക്ക് ഇവർ തമ്മിലുള്ള ഒരു ചെറിയ കോൺടാക്ട് ഫോഴ്സ് ഉണ്ടല്ലോ, ആ കോൺടാക്ട് ഫോഴ്സ് തമ്മിൽ എന്താ സംഭവം, ഇവിടെ എന്താണ് റിലേറ്റീവ് മോഷന് സാധ്യതയുണ്ട്. ഈ പറഞ്ഞ താഴെയുള്ള വലിയ ബ്ലോക്ക് റൈറ്റ് സൈഡിലോട്ടേക്ക് മൂവ് ചെയ്യാൻ ശ്രമിക്കും, എന്നാൽ റിലേറ്റീവ് മോഷൻ ഉണ്ടാവും. അപ്പോൾ ഫ്രിക്ഷൻ എന്ത് ചെയ്യും, അതിനെ ഓപ്പോസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പം ഇയാളുടെ മുകളിലുള്ള ബ്ലോക്കിൻ്റെ മുകളിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ താഴെയുള്ള ബ്ലോക്കിൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് റിയാക്ഷൻ പെയർ എന്ന രീതിയിൽ മറ്റേ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അതേപോലെ മുകളിലെ ബ്ലോക്കിൻ്റെ മുകളിൽ മറ്റേ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നോക്കി ഫ്രിക്ഷൻ നോക്കി റിലേറ്റീവ് മോഷനാണ്. അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും റൈറ്റ് സൈഡിലോട്ടേക്കും ലെഫ്റ്റ് സൈഡിലോട്ടേക്കും പോകാനാണ് പ്ലാന്. ഇപ്പോൾ ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നത്, അവരുടെ റിലേറ്റീവ് മോഷനെ ഓപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലത്തെ ആൾക്ക് റൈറ്റ് സൈഡിലോട്ടേക്ക് ഫോഴ്സ് കൊടുത്ത്, അതേപോലെ താഴത്തെ ആൾക്ക് ലെഫ്റ്റ് സൈഡിലോട്ടേക്ക് ഫോഴ്സ് കൊടുത്തു. അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഇങ്ങനെ പോകാൻ തുടങ്ങി. അപ്പോൾ ഫ്രിക്ഷൻ റിലേറ്റീവ് മോഷനാണ് ഓപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന കാര്യം മനസ്സിലാക്കാം. ഇനി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂസ് നമുക്ക് ഇവിടെ ഈ ഒരു ഗ്രാഫ് നമുക്ക് നോക്കണം. രണ്ട് ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അതെന്താണെന്ന് പറയാം. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്റ്റിൽ നിൽക്കുന്ന സമയത്താണ് അധികം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ടാകുക. റെസ്റ്റിൽ നിന്നല്ല, സ്ലിപ്പിംഗ് ഇല്ലാത്ത കേസിലാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വർക്ക് ആവുക. അതാണ് പെർഫെക്റ്റ് വേർഡ്. സ്ലിപ്പിംഗ് ഇല്ലാത്ത കേസിലാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വർക്ക് ആവാൻ. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കറക്റ്റായിട്ട് സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. ഇവിടെ നോക്കി നോക്ക്, ഒരു പർട്ടിക്കുലർ ഫോഴ്സ് വരെ ആ ഒരു നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് തന്നെയാണ് ഫ്രിക്ഷൻ ആയിട്ട് വരുന്നത്. പക്ഷേ ഒരു പർട്ടിക്കുലർ ഫോഴ്സിന് ശേഷം എന്തായി, സ്ലിപ്പിംഗ് തുടങ്ങി കഴിഞ്ഞാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറി എന്ത് ഫ്രിക്ഷനിലേക്ക് മാറും, കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് മാറും. അപ്പോൾ ഫ്രിക്ഷൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആവും. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പോലും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ എന്താണ്, വേരിയബിൾ ആണ് എന്ന് പറയാൻ പറ്റും, വേരി ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, പിന്നെ എന്താണ് അതിൻ്റെ ഇക്വേഷൻസ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന മ്യൂ എസ് ഇൻറ്റു എൻ ആണ്. ഇതാണ് മാക്സിമം വാല്യൂ, മാക്സിമം വാല്യൂ ആണ്, അല്ലാണ്ട് ഇതല്ല ഒറിജിനൽ വാല്യൂ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ. പക്ഷേ കൈനറ്റിക് ഫ്രിക്ഷൻ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ദാറ്റ് ഇസ് ഇക്വൽ ടു മ്യൂ കെ ഇൻറ്റു എൻ എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഇസ് എൻ ഇസ് ഇക്വൽ ടു നോർമൽ ഡ്രാഗ്. പിന്നെ ഇതിൻ്റെ ഗ്രാഫ് നോക്കി നോക്കുക. ആദ്യം ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് തന്നെ, നമ്മുടെ ഫോഴ്സ് വെസസ് ഫ്രിക്ഷൻ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് തന്നെയാണ് ഫ്രിക്ഷൻ. ദാറ്റ് മീൻസ് y is equal to x എന്ന് പറഞ്ഞ ഗ്രാഫ് അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് തന്നെ ഫ്രിക്ഷൻ. അപ്പോൾ കുറച്ച് നേരം ഗ്രാഫ് ഒരു പെർട്ടിക്കുലർ ലിമിറ്റിന് ശേഷം, അത് എന്താണ് മാക്സിമം വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ 40 ന്യൂട്ടൺ എന്ന് വിചാരിച്ചോ. അങ്ങനെ ആ ഒരു പെർട്ടിക്കുലർ കേസിൽ എന്താ സംഭവിക്കാൻ, പെട്ടെന്ന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാറിയിട്ട് കൈനറ്റിക് ഫ്രിക്ഷൻ മാറും. കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂക്കാളും കുറവാണെന്ന കാര്യം മനസ്സിലാക്കുക. എന്തുകൊണ്ടെന്ന റീസൺ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് കുറവാന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ കുറഞ്ഞ് പിന്നെ എന്തായി, ഫ്രിക്ഷൻ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയി. ആ ഫ്രിക്ഷൻ്റെ കോൺസ്റ്റൻ്റ് വാല്യൂ ദാറ്റ് ഇസ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, നമുക്ക് കുറച്ച് മോഷൻ അനാലിസിസ് നോക്കാം. എന്താണ് 10 കിലോഗ്രാം ബ്ലോക്ക് ഉണ്ട്, നമ്മൾ എന്താണ് ഒരു പെർട്ടിക്കുലർ ഫോഴ്സ് കൊടുക്കുകയാണ്. എത്ര കൊടുക്കുന്ന ഫോഴ്സിന് വാല്യൂ വന്നിട്ടില്ല. ഫസ്റ്റ് കേസാണ് ഇതാ. നമുക്ക് ആദ്യം എഫ് എസ് മാക്സ് നടത്താം. കൈനറ്റിക് ഫ്രിക്ഷൻ്റെ അല്ല, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ ദാറ്റ് ഈസ് എഫ് എസ്, ദാറ്റ് എന്താണ് മ്യൂ എസ്, ദാറ്റ് ഈസ് 0.4 ഇൻറ്റു നോർമൽ റിയാക്ഷൻ ഇവിടെ എം ജി ആയിട്ട് ഇക്വേറ്റ് ആവുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും 100 ദാറ്റ് ഈസ് ഇക്വൽ ടു 40. സോ 40 ന്യൂട്ടൺ മാക്സിമം കൊടുത്താൽ മാത്രമേ ഈ ബോഡി ജസ്റ്റും സ്ലിപ്പ് ആവുള്ളൂ. ഓക്കെ, ജസ്റ്റും സ്ലിപ്പ് ആവുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ 40 ന്യൂട്ടനേക്കാളും കൂടുതൽ കൊടുത്താൽ അപ്പോൾ എന്താവും, കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് മാറും. അപ്പോൾ ഇത് എന്താണ് എഫ് എസ് മാക്സ് ആണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ. ഇനി എഫ് കെ മാക്സ്, നമുക്ക് എഫ് കെ മാക്സ് അല്ല, എഫ് കെയുടെ വാല്യൂ എത്രയാണ്, എഫ് കെയുടെ വാല്യൂ 0.3 ദാറ്റ് ഈസ് മ്യൂ കെ ഇൻറ്റു നോർമൽ റിയാക്ഷൻ ദാറ്റ് ഈസ് 100 ദാറ്റ് ഈസ് ഇക്വൽ ടു 30 ന്യൂട്ടൺ എന്നുള്ള കാര്യം കണ്ടോ. എഫ് എക്സ് മാക്സ് പെട്ടെന്ന് ചെറിയൊരു ഡിപ്പ് ഉണ്ട് എന്താണ് എഫ് കെക്കുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ 10 ന്യൂട്ടൺ കൊടുത്തു. 10 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എഫ് എക്സ് മാക്സിനേക്കാളും ചെറുതാണ്. അപ്പോൾ നമ്മൾ ബോഡി ഒരിക്കലും മൂവ് ചെയ്യുന്നില്ല. ബോഡി മൂവ് ചെയ്തില്ല എന്ന് വെച്ചാൽ അവിടെ ഫ്രിക്ഷൻ എത്രയാണ്, ഈ പറഞ്ഞ 40 ആണോ, അല്ല, അവിടെ നേരത്തെ കൊടുത്ത 10 ന്യൂട്ടൺ തന്നെയായിരിക്കും. ഓക്കെ, ബാക്കോട്ടേക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഫ്രിക്ഷൻ. അതേപോലെ 20 ന്യൂട്ടൺ ആണെങ്കിൽ ബാക്കോട്ടേക്ക് സെയിം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് 20 ന്യൂട്ടൺ തന്നെയായിരിക്കും ഫ്രിക്ഷൻ. ഇനി 50 ന്യൂട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി സ്ലൈഡ് ആവാൻ തുടങ്ങും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബോഡി സ്ലൈഡ് കാരണം എന്താ, എഫ് എസ് മാക്സിനേക്കാളും വലിയ വാല്യൂ ആണ് കൊടുത്തിട്ടുള്ളത്. ശരി, അപ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്താണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണോ, അല്ല, ബോഡി സ്ലിപ്പ് ആകാൻ തുടങ്ങി. സ്ലിപ്പ് കഴിഞ്ഞാൽ ബോഡി സ്ലിപ്പായി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്താ പറയേണ്ടത്, അതൊരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പെട്ടെന്ന് കൺവേർട്ട് ആയിട്ട് എന്ത് കൈനറ്റിക് ഫ്രിക്ഷനിലേക്ക് മാറും. അപ്പോൾ ഇവിടെ കൈനറ്റിക് ഫ്രിക്ഷനാണ് ആക്ട് ചെയ്യുന്നത്. ബിക്കോസ് ബോഡി സ്ലിപ്പ് ആകാൻ തുടങ്ങി, സ്ലൈഡ് ആകാൻ തുടങ്ങി. സോ കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ് വാല്യൂ, 30 ആണ്. സോ 30. സോ ഇവിടെ ആക്സലേഷൻ ചോദിച്ചാൽ ദാറ്റ് ഈസ് 50, കൊണ്ടുവന്ന ഫോഴ്സ് മൈനസ് 30 ഡിവൈഡ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ 10 ദാറ്റ് ഈസ് ഇക്വൽ ടു 2 എന്ന് കിട്ടും. ഓൾറൈറ്റ്,
ഞാൻ ഒരു ബോഡിന് മുകളിൽ 40 കൊടുത്തെന്ന് വിചാരിച്ചു, 40 ന്യൂട്ടൺ ഫോഴ്സ്. 40 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഫ് എസ് മാക്സിൻ്റെ കറക്റ്റ് വാല്യൂ തന്നെയല്ല, എഫ് എസ് മാക്സിൻ്റെ കറക്റ്റ് വാല്യൂ തന്നെയാണ്. അപ്പോൾ ബോഡി കറക്റ്റ് മൂവ് ചെയ്യില്ല, അതന്നെ തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ഫ്രിക്ഷൻ എന്ത് കൊടുക്കും, 40 തന്നെ കൊടുക്കും, ബോഡി മൂവ് ചെയ്യില്ല, ആക്സിലേഷൻ 0. 40.0001 ചെറിയൊരു ഫോഴ്സും കൂടി എക്സ്ട്രാ കൊടുത്തതിന് എന്ത് സംഭവിക്കുക, അവിടെ സ്ലിപ്പാന്ന് പറയും, ബോഡി സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ അല്ല സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അല്ല, കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. സോ കൈനറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ ദാറ്റ് ഈസ് 0.3 ഇൻറ്റു 30 ആണെന്ന് അറിയാം. അപ്പോൾ എത്ര ഫോഴ്സ്, 40.0001 മൈനസ് 30 എന്ന രീതിയിൽ വരും, ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് ഇക്വൽ ടു 10.0001 ഡിവൈഡ് ബൈ 10, ദാറ്റ് ഈസ് ഇക്വൽ ടു 1.00001 എന്ന രീതിയിൽ വരും. വളരെ ചെറിയൊരു ആക്സലേഷൻ വരും, ഇത്രയേ ഉള്ളൂ.